സുബ്രഹ്മണ്യൻ ശാസ്താവ്, വല്യുണ്ണി, അതേപോലെ മറ്റ് പരിവാരങ്ങള്, ഭൂതഗണങ്ങള് എല്ലാവരോടും കൂടിയിട്ട് കൈലാസത്തിൽ നിന്നാണ് അളകാ രാജധാനിയിലേക്കുള്ള തിരുവമൃതത്ത് കഴിക്കാനുള്ള ആ യാത്ര ഇങ്ങോട്ട് തുടങ്ങി. ഏകദേശം അളകയുടെ സമീപത്ത് എത്തിയപ്പോ അവിടെ വൈശ്രവണം കണ്ടു. വരുന്നുണ്ട് തുടങ്ങാം വാദ്യങ്ങൾ തുടങ്ങാം, വാദ്യഘോഷങ്ങൾ തുടങ്ങി. ഭഗവാൻ വന്നു. ഏകദേശം ആ ഗോപുരത്തിന്റെ സമീപത്തെത്തി. ഭഗവാൻ വന്നു. വൈശ്രവണൻ സന്തോഷായി. എഴുന്നള്ളിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ നോക്കുമ്പോഴാണ് അവിടെ അക്ഷതം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അക്ഷതം വട്ടി കണക്കിനാ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത്. അതൊക്കെ പേരിന് മതി. വൈശ്രവണന് എനിക്ക് ഒട്ടും പിശുക്കില്ല എന്നുള്ളത് ഭഗവാനെ മനസ്സിലാക്കണം നിരീക്ഷിച്ച് അവിടെ നമ്മൾ അക്ഷത എറിഞ്ഞ് സ്വീകരിക്കാം. ആയിക്കോട്ടെ, വൈശ്രവണൻ അങ്ങനെ ഒരു മോഹം ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ. വേഗം അവിടെ വട്ടിയിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടല്ലോ, അതങ്ങോട്ട് എടുത്തു എന്ന് മാത്രമല്ല എറിയാതാണ്. അക്ഷത എറിയണ കണ്ടപ്പോ ഭഗവാൻ അവിടെ നിന്നു. ഭഗവാൻ അതിന് അനുവദിച്ച് അങ്ങോട്ട് നിന്നു. നിൽക്കണ കണ്ടപ്പോ വൈശ്രവണം വിചാരിച്ചു, ഇത് ഭഗവാന് വലിയ സുഖമായിട്ടുള്ള കാര്യമെന്നാണ് തോന്നണത്. അദ്ദേഹം അവിടെ നിൽക്കുന്നുണ്ട് വേഗം എറിയാനായിട്ട്. ലോകം പിന്നെ അവിടെ നിൽക്കുക. എന്നാൽ ഒന്ന് കേവാക്കണം. ആ വട്ടി ഇങ്ങോട്ട് നീക്കി അങ്ങോട്ട് വെച്ചു മുമ്പിലേക്ക് തുടങ്ങി. വലിച്ച നല്ല ഭാഗല്ലേ, ഈ നെല്ലു അരിയാണ്. അതുകൊണ്ട് മുഖത്തൊക്കെ വന്ന് കൊണ്ടാനുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. കുറച്ച് കഴിഞ്ഞപ്പോ ഭഗവാൻ വൈശ്രവണ മതി, അതെ ഇതൊക്കെ പേരിന് മതി. ശബ്ദം ഒന്ന് മാറിയപ്പോ വേഗം മതി, അത്ര കേട്ടു. അവിടെ കഴിച്ചു. അതെ ഇതിലേ എഴുന്നള്ളാൻ. ഭഗവാൻ നോക്കിയപ്പോഴാണ് അതിവിശേഷമായിട്ടുള്ള പട്ടുവസ്ത്രങ്ങളാ വിരിച്ചിട്ടുള്ളത്. വൈശ്രവണ ഇത് കൂടെയൊക്കെ ചവിട്ടി ഇങ്ങോട്ട് നടക്കേ. എത്ര വിശേഷമായിട്ടുള്ള വസ്ത്രങ്ങളാണ് ഇതിലൊക്കെ ചവിട്ടി. അല്ല, അങ്ങയുടെ തൃപ്പാദങ്ങൾ പതിയാൻ വേണ്ടിയിട്ട് അടിയൻ അതിനു വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളതാ. എന്നാലും അതൊന്നും വേണ്ടായിരുന്നു വൈശ്രവണ, വലിയ വിലപിടിപ്പുള്ളതല്ലേ. സാരില്ല, അങ്ങയുടെ പാദങ്ങൾ പതിയാൻ വേണ്ടിയില്ല. ഭഗവാൻ വേഗം കാലിലെ പൊടിയൊക്കെ ഒന്ന് തുടച്ചു കളഞ്ഞ് അദ്ദേഹം വളരെ പതുക്കെ കാലിങ്ങനെ ഓരോന്നായിട്ട് എടുത്ത് വെക്കും. അങ്ങനെയാണ് നടക്കാൻ തുടങ്ങി. പിന്നാലെ ശ്രീ മഹാഗണപതി ഇത് കണ്ടു നോക്കുമ്പോൾ ഈശ്വര ഇന്ന് കഴിയില്ല കേട്ടോ. അച്ഛൻ ഇങ്ങനെ ഓരോരോ കാല് വെച്ച് നടന്ന് എപ്പം അങ്ങോട്ട് എത്താനാ? തിരുവമൃതത്ത് കഴിക്കണത് ഇനി 10 ആളായിട്ട് കഴിക്കേണ്ടി ഇരുന്നാ തോന്നണത്. എന്താ വേണ്ടത്? കുറച്ചു നേരം അവിടെ നിന്നു. ഭഗവാൻ കുറച്ചങ്ങോട്ട് മുമ്പിലേക്ക് പോയപ്പോ ശ്രീ മഹാഗണപതി പിന്നെ അവിടെ നിന്ന് ഒരു എഴുന്നള്ളത്തുണ്ടായിട്ടുണ്ട്. വൈശ്രവണം പറഞ്ഞിട്ടുണ്ട്, ഈ പട്ടിലൊക്കെ ഭഗവത് പാദങ്ങൾ പതിഞ്ഞ് കാണണം. ശ്രീ മഹാഗണപതി അതന്നെ കണക്കാക്കിയത്. ഭഗവാൻ അങ്ങോട്ട് പോയിപ്പോ ആ കാലെടുത്ത് വെച്ച് കാലെടുത്ത് വെച്ചിട്ട് ഒരു എഴുന്നള്ളത്ത് അങ്ങോട്ട് ഉണ്ടായിട്ടുണ്ട്. ആ കാല് വെച്ചോടത്തെ പട്ട് മുഴുവൻ പൊടിഞ്ഞങ്ങോട്ട് പറക്കുക. ഇതങ്ങോട്ട് കണ്ടു വൈശ്രവണൻ. നോക്കുമ്പോൾ അയ്യോ എന്റെ 10,000 പൊട്ടിയില്ലോ. അത് കഴിഞ്ഞപ്പോ പിന്നെ അതിന്റെ അപ്പുറത്ത് വിരിച്ചിട്ടുള്ളത് 20,000-ന്റെ. അയ്യോ എന്റെ 20,000 പൊട്ടിയില്ലോ, എന്റെ 50,000 പൊട്ടിയില്ലോ. അങ്ങനെ പറയാ, പുറത്തേക്ക് പറയില്ല, മനസ്സിൽ വിരിക്കുക. നോക്കുമ്പോ വിരിച്ചിടത്തോളൊക്കെ പൊടിയിൽ കഴിഞ്ഞു. അത്രയും കഴിഞ്ഞു. നേരെ അവിടെ ഭഗവാൻ ഇരിക്കാനായിട്ട് സങ്കല്പിച്ചിട്ടുള്ള ആ വിശേഷമായിട്ടുള്ള സിംഹാസനത്തിൽ കൊണ്ടുപോയി ഭഗവാന് മറ്റു പരിവാരങ്ങളൊക്കെ വേണ്ടതുപോലെ ഇരുത്തി. അതിന്റെ ശേഷം വൈശ്രവണൻ എന്തായാലും അടിയൻ നിരീക്കണത് ഒട്ടും താമസമില്ലാതെ തന്നെ ഭക്ഷണമാവാം എന്നാണ് നിരീക്കണത്. അപ്പോ അടിയൻ ഒന്ന് പോയി നോക്കിയിട്ട് വരാം. വേഗം അവിടെ ചെന്നപ്പോഴാണ് ഭക്ഷണമായില്ലേ? നോക്കുമ്പോഴാണ് ഇപ്പോഴും ആയിട്ടില്ല കേട്ടോ, ഇന്ന് കഴിക്കാൻ തരാമെന്ന് തോന്നണില്ല. അവിടെ എപ്പോഴും എന്തൊക്കെയോ ഇളക്കി. എന്താ ആയില്ലേ? അല്ല വാർക്കാറായിയോ? അപ്പൊ ഇത്ര നേരം എന്താ? 2 ദിവസം മുമ്പ് അയ്യോ അത് പറ്റില്ല, ചൂടാറിപ്പോയില്ലേ. ഇനിയിപ്പോ എന്താ ഇതേ ഇന്ന് തരാമെന്ന് തോന്നണില്ല. എന്താ വേണ്ടത്? എന്തായാലും ഒരു കാര്യം ചെയ്യാം, ക്രാങ്ങളെ ഒന്ന് തേച്ചു കുളിപ്പിക്കുക. ഭഗവാന്റെ കൂടെ വന്നിട്ടുള്ള ആ ക്രാങ്ങളെ ഒന്ന് വേണ്ടതുപോലെ തേച്ചു കുളിപ്പിക്കുക. അതിന്റെ ശേഷം അവർക്കൊരു ചെറിയൊരു പ്രാതൽ കൊടുക്കുക. ആ പ്രാതൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിക്കണ സമയം കൊണ്ട് എന്തായാലും ആകും. അത് കഴിഞ്ഞിട്ടല്ലേ ഭക്ഷണം ഉണ്ടാവുള്ളൂ. എന്താ വേണ്ടതെന്ന് അറിയും. അതെ ഇവിടെ വരൂ.